ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളവും ഒരു ലേശം ഉപ്പും കുറച്ച് നെയ്യും ഒക്കെ കൂടി ഒഴിച്ചിട്ട് നമ്മൾ കൊഴുക്കട്ടയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ കുഴച്ചെടുക്കുമല്ലോ, ആ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്തേക്ക് ഞാൻ ഇഡലിത്തട്ട് നമ്മൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റീം വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ നമ്മുടെ ഈ കുഞ്ഞ് ഈ അരി ബോൾസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ വെന്ത് കിട്ടിയ ഈ കുഞ്ഞു കൊഴുക്കട്ടകളെല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അവിടെ വയ്ക്കാം. ഈ രീതിയിൽ തന്നെ നമുക്ക് പാൽ കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു നുള്ളു കടുകും ജീരകം, അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പ്, ഒരു വറ്റൽമുളക്, ഇത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഉഴുന്ന് പരിപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്തേക്ക് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് കുഞ്ഞുള്ളിയാണ് കേട്ടോ നല്ലത്, കുറച്ച് നല്ല ടേസ്റ്റാണ് കുഞ്ഞുള്ളി ഈ എണ്ണയ്ക്കകത്തൊക്കെ മൂത്ത് കഴിയുമ്പോഴത്തേന്. സവോളയെക്കാട്ടിലും കുഞ്ഞുള്ളി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ കുഞ്ഞിക്കൊഴുക്കട്ടകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.